ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ അനിൽകുമാർ ശശിധരൻ, ഇന്ന് നമുക്കിവിടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ മുരുകൻ വെങ്കടാചലം, അതുപോലെ മിസ്റ്റർ ശോധൻ പ്രസാദ്, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീ ഷാജൻ സ്കറിയ. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ പപ്പേട്ടൻ, ശ്രീ സജീഷ് ദാമോദരൻ, എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇവരെല്ലാവരും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഈവൻറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞാനിനി പോകുന്നില്ല. പക്ഷേ ശ്രീ ഷാജൻ സ്കറിയ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, അത് മാത്രം ഞാനൊന്ന് എടുത്തു പറയുകയാണ്. നമ്മുടെ ഭഗവാൻ ഗുരുദേവൻ ആ ഒരു വികാരം വിശ്വാസത്തോടെ, ഗുരുദേവൻ എന്ന വികാരം നമ്മുടെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് അതിലൂടെ പ്രവർത്തിക്കുക. അത് അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോയത്, എത്രത്തോളം അദ്ദേഹം ഗുരുദേവനെ കുറിച്ച് പഠിച്ച് അറിഞ്ഞ് പല വേദികളിൽ സംസാരിച്ച് എന്നിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ വന്ന് വളരെ ഗാംഭീര്യമായ സൗണ്ടിൽ ഇത്ര ഒച്ചത്തിൽ നമ്മളോട് വിളിച്ച് പറഞ്ഞത്. പക്ഷെ നമ്മളിൽ എത്ര പേര് ആ ഒരു പറഞ്ഞതുപോലെ നമ്മുടെ ഐഡൻറ്റിറ്റി പറയാൻ ബുദ്ധിമുട്ടുന്നവരാണ്. ആ ഒരു വിഷമം ഇന്നും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ഐഡൻറ്റിറ്റി പറയാൻ ബുദ്ധിമുട്ടുന്നു? ശ്രീ ഷാജൻ സ്കറിയെ പോലെയുള്ളവരുടെ ഇൻസ്പിറേഷൻ, അവരുടെ വാക്കുകളിൽ അതൊക്കെ നമ്മൾ നെഞ്ചിലേറ്റി ആ വിശ്വാസത്തിൽ പ്രവർത്തിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ 2025 സേവനം UK, ശിവഗിരി ആശ്രമം ഓഫ് UK ഏറ്റവും വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ കൂട്ടായ പ്രവർത്തനം, നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം. ഒരു 10 ആളുകളോ അല്ലെങ്കിൽ ഇതിലെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ബോർഡ് മെമ്പേഴ്സ്, അവരെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല ഇത്. നമ്മളെല്ലാവരും നമ്മുടെ വിശ്വാസം അത് നമുക്ക് ശ്രീ ഷാജൻ സ്കറിയ പറഞ്ഞ പോലെ ലോകം എത്തിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അത് എൻ്റേതാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള ശക്തി, ആർജവം ഒക്കെ നമുക്കുണ്ടാവണം. അത് ഗുരുദേവൻ നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഗുരുദേവനെ മനസ്സിൽ ധ്യാനിച്ച് 2025 നമുക്ക് നല്ലത്, എല്ലാവർക്കും, കുടുംബത്തിലും നമ്മുടെ പ്രസ്ഥാനത്തിനും നല്ലത് വരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഗുരുമിത്രയുടെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അത് നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ തുടങ്ങി. എത്ര പേര് അതിൽ പങ്കെടുത്തു എന്ന് എനിക്കറിയില്ല. മാക്സിമം 200, 230 മെമ്പേഴ്സ് ഉള്ളതാണ് നമ്മുടെ വനിതാ യൂണിറ്റ്. പങ്കെടുത്ത 20 പേരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ എത്ര നല്ല ക്ലാസ് ആയിരുന്നു. അത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ മെൻ്റലി ഡൗൺ ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സപ്പോർട്ട് വേണ്ടുന്നവർക്കാണ് മെഡിറ്റേഷൻ ക്ലാസ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കേട്ടവർക്കറിയാം, എല്ലാവർക്കും ഒരു സപ്പോർട്ടാണത്. നല്ല ക്ലാസ്സാണ്. അതുകൊണ്ട് എല്ലാ സാറ്റർഡേ മോർണിംഗിൽ 9 to 10 ആണ്. എല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം. അതുപോലെ യോഗ ക്ലാസ് തിരിച്ചു വരികയാണ് ജനുവരിയിൽ, അതും എല്ലാവരും അറ്റൻഡ് ചെയ്യുക, മറക്കരുത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 2025 പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോഴും നമ്മളാരും താഴേക്ക് പോകുന്നില്ല, എല്ലാവരും വളർന്ന് മുകളിലേക്കാണ് പോകുന്നത്. എത്രത്തോളം നമ്മൾ വളർന്ന് മുകളിലേക്ക് പോകുന്നുവോ അത്രത്തോളം നമ്മുടെ ഒരു ക്ഷമ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, താഴേക്ക് വരിക, നമ്മുടെ സ്വഭാവം കൊണ്ട് നല്ല രീതിയിൽ താഴേക്ക് വരിക. അതെനിക്ക് എല്ലാവരോടും ആയിട്ട് പറയാനുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സന്തോഷവും സമാധാനവും എപ്പോഴും എവിടെയും നമ്മൾ പോകുന്ന എല്ലായിടത്തും ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു
എന്താ പറയുന്നത്, നമ്മുടെ ഒരു വാക്കും മതി ഒരാൾക്ക് സന്തോഷം കൊടുക്കാനും. ആ വാക്കിൻ്റെ ടോണൊന്ന് മാറിയാൽ അത് മതിയാവും നമുക്ക് അതേ വാക്കുകൊണ്ട് വിഷമം കൊടുക്കാനും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നന്നായിട്ട് എത്ര വളർന്നാലും എത്ര മുകളിലേക്ക് പോകുന്നവരും അവരുടെ സ്വഭാവം കൊണ്ട് താഴേക്ക് വരണം എന്നെനിക്കൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. ഞാനിത് പറയുന്നതുകൊണ്ട് നമ്മുടെ എന്തെങ്കിലും ഉണ്ടായിട്ടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മളുടെ സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സംഘടനയുള്ള ഏറ്റവും വലിയ നിങ്ങൾക്ക് കാണാം, ഇത്രയും നന്നായിട്ട് അത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്ഷമ എന്ന് പറയുന്ന സംഭവം, അത് ഏറ്റവും കൂടുതൽ കൂടെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ കഷ്ടപ്പാടാണ്, പ്രയത്നമാണ്. അപ്പം ഇതൊക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഗുരുദേവൻ്റെ അനുഗ്രഹമാണ്. അപ്പം ആ ഒരു വിശ്വാസം നമ്മളിലേവർക്കും നമ്മുടെ ഉള്ളിലുണ്ടാവണം. ബാക്കി സംഘടനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന് മുമ്പോട്ട് വരുന്ന ഈവൻ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിലൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പം എല്ലാവർക്കും പുതിയ വർഷം തുടങ്ങുകയാണ്, നല്ലത് വരട്ടെ, ആയുസ്സും ആരോഗ്യവും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.